തോക്കുമായി ഭാരതത്തിലെത്തിയ ചെകുത്താന്മാരുടെ പിന്നിൽ ആരാണ്? കയ്യിലെ ചരടുമായി മുഹമ്മദ് അജ്മൽ അമീർ കസബ് ഇവിടെ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുകയോ ഭാരതം തീവ്രവാദികളുടെ കൈപ്പിടിയിൽ അമരുകയോ ചെയ്തേനെ. മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കയ്യിൽ ചരടും കീശയിൽ ബാംഗ്ലൂർ സ്വദേശിയായ സമീർ ദിനേശ് ചൗധരി എന്നയാളാണെന്ന് തോന്നിപ്പിക്കുന്ന തിരിച്ചറിയൽ കാർഡും തിരികെ മുംബൈയിൽ കൂട്ടക്കൊലപാതകം നടത്തിയവരിൽപ്പെട്ട മുഹമ്മദ് അജ്മൽ അമീർ കസബിനെ കുറിച്ചാണ് പറയുന്നത്. അതെ, 1987 ജൂലൈ 13 ഫരീദ് കോട്ടിൽ പിറന്ന 2012 നവംബർ 21 ഏർവാദ ജയിലിൽ വെച്ച് തൂക്കിക്കൊല്ലപ്പെട്ട അജ്മൽ കസബിനെ കുറിച്ച് തന്നെ. ഒരു തെറ്റും ചെയ്യാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ലാത്ത 72 പേരെ കൊന്നൊടുക്കാൻ പങ്കുചേർന്നു എന്നതാണ് ഇവൻ ചെയ്ത ദുഷ്ടത. കുറെ പേരെ കൊല്ലാൻ ഇവന് കഴിഞ്ഞെങ്കിലും സ്വയം ചത്തൊടുങ്ങാൻ സാധിക്കാതെ പോയത് മുംബൈ പോലീസിലെ SI ആയിരുന്ന തുക്കാറാം ഓംബ്ലെയുടെ തന്ത്രപരമായ ഇടപെടൽ നിമിത്തമായിരുന്നു. അതിനുവേണ്ടി സ്വന്തം ജീവൻ പോലും അദ്ദേഹത്തിന് ബലിയർപ്പിക്കേണ്ടി വന്നു. യഥാർത്ഥ രാജ്യസ്നേഹികൾ തുക്കാം ഒബ്ലെയെ ഇന്നും ആദരവോടെ സ്മരിക്കുമ്പോഴും രാജ്യദ്രോഹികൾ തൂക്കിലേറ്റപ്പെട്ട അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കാലത്തിനു ശേഷം ഈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണ പിടിയിലായിരിക്കുന്നു. ഭാരതം അവനെ ഇവിടെ എത്തിച്ചിരിക്കെ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇവൻ ആ ആക്രമണത്തിന് മുമ്പായി എറണാകുളത്ത് വന്നത് ആരെ കാണാനായിരുന്നു എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം പറയുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ചിലർ നാടുവിടാനോ ആത്മഹത്യ ചെയ്യാനോ വരെ സാധ്യതയുണ്ട്. ആരെ കാണാനായിരിക്കും തഹാവൂർ റാണ ഇവിടെ വന്നത്? അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുക എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം. അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിച്ചവർ ഇപ്പോൾ തഹാവൂർ റാണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്.